നമസ്കാരം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കാശ്മീരിലും ലഡാക്കിലും ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 2014 ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത്. അതായത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് പൂർണ്ണ സംസ്ഥാന പദവി ഉണ്ടായിരുന്നു ജമ്മു കാശ്മീരിന്. പിന്നീട് കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി ജമ്മു കാശ്മീരിനെ വിഭജിച്ചു. ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് കാശ്മീരും ലഡാക്കും. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ പുതിയ 5 ജില്ലകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പുതിയ ജില്ലകളുടെ പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് നടത്തിയത്. ഇതോടെ ലഡാക്കിലെ ജില്ലകളുടെ എണ്ണം 7 സൻസ്കാർ, ദ്രാസ്, ഷാം, നുബ്ര, ചംതാങ് എന്നിവയാണ് പുതിയ 5 ജില്ലകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നമാണ് വികസിത ലഡാക്കെന്നും ഇതിന്റെ ഭാഗമായാണ് പുതിയ ജില്ലകളുടെ രൂപീകരണമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചിരുന്നു. പുതിയ ജില്ലകൾ യാഥാർത്ഥ്യമാകുന്നതോടെ ലഡാക്കിലെ ജനങ്ങളുടെ വീട്ടുവാതിൽക്കൽ ആനുകൂല്യങ്ങൾ എത്തുമെന്നും ലഡാക്കിന്റെ ഓരോ കോണിലും ഭരണം ശക്തിപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. എക്സിലൂടെയായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ലഡാക്കിലെ ജനങ്ങൾക്ക് അവസരങ്ങളുടെയും സാധ്യതകളുടെയും അനവധി സാഹചര്യങ്ങൾ ഒരുക്കി നൽകാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ ലഡാക്കിൽ 2 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ലേ, കാർഗിൽ എന്നിവയായിരുന്നു ഈ 2 ജില്ലകൾ. ഇരു ജില്ലകൾക്കും സ്വയംഭരണാധികാരമുള്ള കൗൺസിലുകളുണ്ട്. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന നീക്കം. ഭരണപരമായ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ വേണ്ടിയാണ് 5 ജില്ലകൾ കൂടി കൂട്ടിച്ചേർത്തതെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. 5 പുതിയ കളക്ടർമാരും ഓഫീസ് സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇതുവഴി മേഖലയിലേക്ക് എത്തും. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തുവിട്ടു കഴിഞ്ഞു. 44 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. ഇതിൽ 15 സീറ്റുകളിൽ ആദ്യഘട്ടത്തിലും 10 സീറ്റുകളിൽ 2ാം ഘട്ടത്തിലും 19 സീറ്റുകളിൽ 3ാം ഘട്ടത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 3 തവണ MLA ആയ ദേവേന്ദ്ര സിംഗ് റാണ പട്ടികയിലുണ്ട്. നാഗ്രോഡ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. ജമ്മുവിലെ ശക്തി കേന്ദ്രങ്ങൾക്ക് പുറമെ പാംപോർ, ഷോപ്പിയാൻ, ആനന്ദ്നാഗ് വെസ്റ്റ് തുടങ്ങിയ കാശ്മീരിലെ ചില മണ്ഡലങ്ങളിലേക്കുള്ള ജമ്മു വെസ്റ്റിൽ അരവിന്ദ് ഗുപ്തയും ജമ്മു ഈസ്റ്റിൽ യുദ്ധ്വീർ സേത്തിയുമാണ് സ്ഥാനാർത്ഥികൾ. BJP കോട്ടയായ ജമ്മുവിൽ ഉൾപ്പെടെ നാഷണൽ കോൺഫറൻസുമായി കൈകോർത്ത് തിരിച്ചെത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ഈ വെല്ലുവിളിയെ സർവ്വശക്തിയും ഉപയോഗിച്ചാണ് BJP പ്രതിരോധിക്കുന്നത്. നേരത്തെ BJP 25 സീറ്റുകളിലാണ് വിജയിച്ചത്. 28 സീറ്റുകളിൽ വിജയിച്ച PDPയുമായി കൈകോർത്ത് BJPയാണ് അന്ന് ജമ്മു കാശ്മീർ ഭരിച്ചത്. നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 എന്നീ തീയതികളിൽ 3 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഒക്ടോബർ 4 വോട്ടെണ്ണൽ. കാശ്മീരും ലഡാക്കും മാറ്റത്തിന്റെ പാതയിലാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ഡിജിറ്റൽ എക്കോണമി, സ്റ്റാർട്ടപ്പുകൾ, സ്മാർട്ട് സൊല്യൂഷൻ, സാങ്കേതികവിദ്യ തുടങ്ങിയവയെല്ലാം കാശ്മീരിൽ ഇടം നേടി. വികസനമാണ് കാശ്മീരിൽ സംഭവിച്ച പ്രധാന മാറ്റം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകൾ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു. അടിസ്ഥാന സൗകര്യ വികസനം മുതൽ സാമൂഹിക സാമ്പത്തിക പരിഷ്കരണങ്ങൾ വരെ ഈ കാലയളവിലുണ്ടായി. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.